പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ലോക മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ മനുഷ്യാവകാശ സമിതി നടത്തിയ മനുഷ്യാവകാശ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്വേച്ഛാപരമായ അറസ്റ്റും വിചാരണയില്ലാതെ തടങ്കലാക്കലും മനുഷ്യാവകാശ വിരുദ്ധമാണെന്നിരിക്കെ എസ്മയും UAPAയും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ഭരണകർത്താക്കൾ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയെയും ഉക്രൈനെയും ആക്രമിക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വെല്ലുവിളിയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ സംഘടനകൾക്കും മാധ്യമപ്രവർത്തകർക്കും അഭേദ്യമായ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി എന്നതാണ് ഇക്കൊല്ലത്തെ തീം. നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഈ മനുഷ്യാവകാശത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നും ആ പ്രാധാന്യത്തെ അംഗീകരിക്കാനുള്ള ശ്രമം നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നും ഊന്നിപ്പറയിലാണ് ഇതേ ദിനത്തിൽ നമ്മളൊക്കെ കൂടുമ്പോഴും നമ്മൾ ഓരോരുത്തരും അതിന് ഊന്നിപ്പറയുകയും ചെയ്യുന്നത് ഈ ദിനത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാവും എന്നറിയില്ല. അടുത്ത ഡിസംബർ 10 വരെ നമ്മൾ അതനുസരിച്ച് ഭരണഘടന നമുക്കതൊക്കെ ഉറപ്പു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഈ ലോകത്തിലെ എല്ലാ വിഭവങ്ങളെയും ആസ്വദിക്കാനുള്ള അവകാശം കിട്ടുന്നു. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷങ്ങൾക്കു നേരെയുള്ള കടന്നാക്രമണമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം ചെയ്തു. അത് 1948 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ 30 പ്രഖ്യാപനം നടത്തുകയാണ്. 1 മുതൽ 30 വരെ ഇനങ്ങളായിട്ട് പ്രഖ്യാപനത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രഖ്യാപന വിഷയത്താണ്. ആ 30 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി UN തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശം. ആ 30 പ്രഖ്യാപനം തന്നെയാണ് വേറെ വിധത്തിൽ ഈ മനുഷ്യാവകാശം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമമായി UN അംഗീകരിച്ചിട്ടുള്ളതും അത് നടപ്പാക്കിയിട്ടുള്ളത്. അത് 48 ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. 48 മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു. അതിനുശേഷം UN പല യോഗങ്ങളും കൂടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1966 ശേഷമാണ് 66 പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ കവനന്റ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കവനന്റ് എന്ന് പറയുന്ന ഒരു യോഗത്തിൽ വെച്ചാണ് ഈ മനുഷ്യാവകാശ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് രൂപം കൊടുത്തത്. എന്ന് പറയുന്നത് ഇത് തന്നെ വേറെ വിധത്തിൽ എന്ന് പറയാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തി അതിൽ ഓരോ പ്രഖ്യാപനത്തിലും പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി, എന്താണ് നമ്മുടെ മനുഷ്യാവകാശം എന്നുള്ളത് വ്യക്തമാക്കി പറയുന്നത് ആ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിനാണ്. KA ഗോവിന്ദൻ, V ഗോപകുമാർ, ഡേവിസ് കണ്ണമ്പുഴ, ജോൺസൺ കുന്നംപള്ളി, TN നമ്പീശൻ, അബ്രഹാം കൂള, വർഗീസ് സത്താണി എന്നിവർ പ്രസംഗിച്ചു. അതോടനുബന്ധിച്ച് നടന്ന ജില്ലാ സമ്മേളനം നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KS സിദ്ദീഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാഷണൽ ട്രഷറർ ഉഷ രാമചന്ദ്രൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. കഥാകൃത്ത് നിഖിൽ VM സെക്രട്ടറിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ജില്ലാ ഭാരവാഹികളായി അബ്രഹാം കൂള, സാലി തോമസ്, KS സിദ്ദീഖ്, ബഷീർ M, വർഗീസ് സത്താണി, KR രാജു, PG പുതിരുത്തി എന്നിവരെ തെരഞ്ഞെടുത്തു.
ഉഷ രാമചന്ദ്രൻ സ്വാഗതവും സാലി തോമസ് നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം